മക്കളെ നമ്മൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങും. എക്സസൈസ് അല്ല, എക്സാമ്പിൾസ്. അത് കഴിഞ്ഞ് നമുക്ക് എക്സസൈസ് തുടങ്ങാം. എക്സാമ്പിൾ 9 10 ഒരുമിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയ രണ്ടെണ്ണമാണ്. ഫസ്റ്റ് വൺ നോക്കാം. എക്സ്പാൻഡ് ചെയ്യാനാണ് 3/5 -4/7 ഫസ്റ്റ് വൺ ഒന്ന് ചെയ്ത് നോക്കാവേ. 3/5 എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കി 3/5 ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് 4 എഴുതിയിരിക്കുന്നത്. അതെന്തിനാണെന്നറിയോ? അതാണ് ബ്രാക്കറ്റിന്റെ പ്രാധാന്യങ്ങൾ. അതായത് ഈ 4 3ക്കും 5നും ബാധകമാണെന്നാണ്. അതായത് 3 4 ടൈംസ് ഉണ്ട്, 5 ഉണ്ട് 4 ടൈംസ്. ഇപ്പൊ ഇങ്ങനെ എഴുതുമെന്ന് വിചാരിച്ചോ? സെയിം തന്നെ 3/5 എഴുതിയിട്ട് 4 മാത്രം ഇട്ടാൽ ഈ 4 അല്ലെ ഈ പവർ ആർക്ക് മാത്രമേ ഉള്ളൂ? 3ക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് അർത്ഥം. അപ്പം അതൊക്കെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. അതിനാണ് ഞാൻ ഇതിപ്പോ പറഞ്ഞത്. അപ്പൊ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ, ജസ്റ്റ് എക്സ്പാൻഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നോക്കാം, ഇവിടെ എന്താ അർത്ഥം? 3യും ഉണ്ട് 4 ടൈംസ്, 5ഉം ഉണ്ട് 4 ടൈംസ്. ഇപ്പൊ 3 അങ്ങ് 4 ടൈംസ് ഞാൻ എഴുതുവാ. ഓക്കെ, 5ഉം അതുപോലെ 4 ടൈംസ് അങ്ങ് എഴുതുക. ഇതാണ് ആൻസർ. എളുപ്പമല്ലേ? ജസ്റ്റ് എക്സ്പാൻഡ് എന്ന് പറഞ്ഞുകൊണ്ടാ കേട്ടോ. സെക്കൻഡ് വേണമെന്ന് ചെയ്യാം. ഇതേപോലെ തന്നെ -4/7 അതായത് -4ഉം 5 ടൈംസ് ഉണ്ട്, 7ഉം 5 ടൈംസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ എഴുതാം, -4 5 ടൈംസ് ഉണ്ടെന്നും ബൈ 7ഉം ഉണ്ട് 5 ടൈംസ്. എക്സ്പാൻഡ് എഴുതുമ്പോൾ -4 ഇൻറ്റു -4 ബൈ 7 ഇൻറ്റു 7 5 ടൈംസ് ഉണ്ടല്ലേ? സോറി, 1 2 3 4 എഴുതിയിട്ടുള്ളൂ, സോറി. ഓക്കെ, അതുപോലെ തന്നെ 7ഉം ഉണ്ട് 5 ടൈംസ്. ഇനി എപ്പോഴുണ്ടോ, ഞങ്ങളൊക്കെ പഠിപ്പിച്ചപ്പം ഈ മൈനസ് വരുമ്പോഴത്തേക്കും നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കും. അത് ശീലിച്ച കാരണം അങ്ങനെ ഇടും. മൈനസ് സൈൻ ഒക്കെ വന്നാൽ, മൈനസ് സൈൻ ഉണ്ടെങ്കിൽ, ഒരു സംഖ്യയുടെ മൈനസ് സൈൻ ഉണ്ടെങ്കിൽ നമ്മൾ അതങ്ങ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കും. ഇവിടെ ഇൻറ്റു അങ്ങനത്തെ ഒന്നുമില്ല. അത് ഒരുമിച്ചാണെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ മിസ് എന്താണ് പറയുന്നത്, ബ്രാക്കറ്റ് ഇട്ട് ശീലിപ്പിക്കുന്നെങ്കിൽ ശീലിച്ചു. അല്ലാതെ വെറുതെ -4 തന്നെ ഇടുവാൻ അങ്ങനെ ഇട്ടോ, അതൊന്നും പ്രശ്നമല്ല കേട്ടോ. ഞാനിത് ശീലിച്ചാണ് ഇത് ഇങ്ങനെ അറിയാതെ വന്നു പോകും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എക്സ്പാൻഡ് ചെയ്ത് എഴുതി. -4 4 ടൈംസ് എഴുതി, 7 4 ടൈംസ്. ജസ്റ്റ് എക്സ്പാൻഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ വാല്യൂ ഒന്നും കാണാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന പോലെ മാത്രം എഴുതിയാൽ മതി. അല്ലാതെ വെറുതെ വാല്യൂസ് ഒന്നും കാണണ്ട. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്ക് എന്ത് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. ഇനി സെക്കൻഡ് വൺ നോക്കാം. റൈറ്റ് എക്സ്പോണൻഷ്യൽ ഫോം ഫോർ 8 × 8 × 8 × 8. 8 4 ടൈംസ് ഉണ്ട്. ടേക്കിംഗ് ബേസ് as 2/2. നമ്മൾ വിചാരിച്ചു ഈ 8 4 പ്രാവശ്യം എഴുതി എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാൻ പറയുവാണെങ്കിൽ എന്തെഴുതും? അങ്ങനെ ക്വസ്റ്റ്യൻ വിചാരിച്ചോ? റൈറ്റ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറഞ്ഞാൽ ബേസും വേണം, പവറും വേണം, അല്ലേ? എക്സ്പോണന്റും വേണം. അപ്പൊ ബേസ് ആയിട്ട് വരുന്നത് ഏതാണ്? ഈ 8 ആണ് ബേസ് ആയിട്ട് വരുന്നത്. നമ്മൾ എക്സ്പോണന്റ് അല്ലെങ്കിൽ പവർ എഴുതുന്നത് ഇത് എത്ര എണ്ണം ഒന്ന് എണ്ണി നോക്കും. 1 2 3 4. അപ്പൊ അതായിരിക്കും അതിന്റെ എക്സ്പോണന്റ്. അപ്പൊ ഇതാണ് എക്സ്പോണൻഷ്യൽ ഫോം. 8 × 8 × 8 × 8 എന്ന് പറയുന്നതിന്റെ ജസ്റ്റ് എക്സ്പോണൻഷ്യൽ ഫോം 8/4. മനസ്സിലായോ? എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറഞ്ഞാൽ എല്ലാ മക്കളെ മറക്കരുത്. എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറഞ്ഞാൽ ബേസും വേണം, പവറും വേണം. പവർ അല്ലെങ്കിൽ എക്സ്പോണന്റും വേണം കേട്ടോ. ഇത് ബേസ്, ഇത് പവർ, ഇതാണ് എക്സ്പോണന്റ്. ഇതാണ് എക്സ്പോണൻഷ്യൽ ഫോം. പക്ഷെ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ എഴുതാനല്ല പറഞ്ഞേ. ബേസ് എന്താക്കിക്കൊണ്ട് എഴുതാനാ പറഞ്ഞേ? 2 ആക്കിക്കൊണ്ട് എഴുതാനാ പറഞ്ഞേ. അപ്പൊ ബേസ് 2 ആക്കണമെങ്കിൽ 8നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് ആ 2 വെച്ചുള്ള ഫോം എഴുതി വെക്കണം. 2 കൊണ്ട് എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്ത് 2 വെച്ചിട്ട് അതിന്റെ ബേസ് ആക്കിയിട്ടുള്ളത് എഴുതാം. അപ്പൊ നമുക്ക് 8നെ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. 8നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പോവാണേ. എന്ത് വെച്ചിട്ടാണ്? നമ്മൾ ഫാക്ടറൈസേഷൻ പഠിച്ച് പ്രൈം നമ്പേഴ്സ് വെച്ചാണ്. ഫസ്റ്റ് 2 വെച്ച് ചെയ്ത് നോക്കാം. 2ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 8 ൽ 2 4, പിന്നെ 2 ഉണ്ട്. അപ്പൊ എത്ര 2 ഉണ്ട്? 3. അപ്പൊ 8നെ നമുക്ക് 2 × 2 × 2 എന്ന് എഴുതാം. അതായത് 2 എത്ര തവണ? 2/3 എന്ന് കിട്ടി. മനസ്സിലായോ? 2/3. അപ്പം 8ന്റെ ഒരു 8ന്റെ സ്ഥാനത്ത് നമുക്ക് എന്നാ എഴുതാം? 2/3. അപ്പൊ ഞാൻ 8/4നെ ഒന്ന് എഴുതാൻ പോവാ. 8/4 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? 8 4 ടൈംസ് ഉള്ളതാണ് നമ്മൾ 8/4 എന്ന് എഴുതിയത്. അപ്പൊ 8/4ന്റെ സ്ഥാനത്ത് 8ന്റെ സ്ഥാനത്ത് എന്നാ എഴുതാം? 2/3.
ഇനി അതിന് പവർ കിടപ്പുണ്ട്. ആരാ? 8ന് പവർ കിടപ്പുണ്ട് 4 എന്ന്. ഇത് മനസ്സിലായി മക്കളെ ഇത് എഴുതിയത്? ഒന്നുമില്ല, ഇച്ചിരി വലുതായിട്ട് നിങ്ങൾക്ക് തോന്നും, ഒന്നുമില്ല. അവര് പറഞ്ഞത് ഈ 8 × 8 × 8 × 8നെ 2ന്റെ പവറായിട്ട് എക്സ്പോണൻഷ്യൽ ഫോമായിട്ട് എഴുതണമെന്ന്, 2 ബേസ് ആക്കിക്കൊണ്ട്. അപ്പൊ ഞാൻ ഈ 8 4 ടൈംസ് ഉള്ളതിനെ ആദ്യം ഒന്ന് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതി. അതാണ് 8⁴. അതായത് 8 4 തവണ ഉണ്ടെന്ന് എഴുതി. ഇനി അവർ പറഞ്ഞ അനുസരിച്ച് 8നെ ഞാൻ 2 ആക്കാൻ പോയിന്റ് ബേസ്, അതായത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് 8നെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് 8 എന്ന് പറഞ്ഞാൽ 2 3 തവണ ഉണ്ടെന്ന് കിട്ടി. അതായത് 8 എന്ന് പറഞ്ഞാൽ 2⁻³ ആണെന്ന് കിട്ടി. അപ്പൊ ഞാൻ നമ്മുടെ സംഖ്യയായ 8⁴ ഒന്ന് മാറ്റാൻ പോവാണ്. 8⁴ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 8ന്റെ സ്ഥാനത്ത് എന്നാ എഴുതി? 8ന്റെ സ്ഥാനത്ത് പകരം എന്നാ എഴുതാം? 2⁻³. ഇനി അവർക്ക് പവർ ആരുണ്ട്? 4 ഉണ്ട്. ഇത് നിങ്ങളുടെ ഒരു എക്സ്പോണൻഷ്യൽ ഫോമിലുള്ളതിന്റെ ഒരു ലോയാണ്. എത്രാമത്തെയാ പറയാവോ? പവറിന്റെ പവർ വരുന്നത് ഒന്ന് പറഞ്ഞേ നിങ്ങള്. അപ്പൊ നിങ്ങളിപ്പോ എക്സാം എഴുതുവാണ് ഉടനെ നിങ്ങൾ അവിടോട്ട് എഴുതിയിടണം a⁻n പവറിന്റെ മേളിൽ പവർ. അപ്പൊ എന്നാ വരും? a⁻m × n. എല്ലാരും ഓർക്കുന്നുണ്ടോ? ഇത് നമ്മളിവിടെ അപ്ലൈ ചെയ്യും. എന്നാ വരും? എ എന്ന് പറയുന്നത് നമ്മുടെ ബേസ്, 2⁻, പവർ തമ്മില് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് 2⁻12. മനസ്സിലായോ? കേട്ടോ, അവര് പറഞ്ഞ അനുസരിച്ചില്ലേ ബേസ് 2 ആക്കിയിട്ട് നമ്മൾ അതിന്റെ എക്സ്പോണൻഷ്യൽ ഫോം എഴുതി. അപ്പൊ ഇപ്പൊ നമ്മുടെ ബേസ് 2 ആണ്, ഒരു എക്സ്പോണൻഷ്യൽ ഫോം ആണ് 2⁻12. മനസ്സിലായോ? ഇങ്ങനെയാണ് അവർ പറയുന്ന രീതിയിൽ. വെറുതെ എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നെ എഴുതാൻ 8⁴ എന്ന് എഴുതിയേനെ. പക്ഷെ അവരെ അങ്ങനെ എഴുതാനല്ല പറഞ്ഞത്, ബേസ് 2 ആക്കിക്കൊണ്ട് ഇതിനെ എക്സ്പോണൻഷ്യൽ ഫോമിലാക്കാൻ. അപ്പൊ നമ്മൾ ആദ്യം ഒരു 8ന്റെ ഫാക്ടറൈസേഷൻ ചെയ്ത് ബേസ് 2 ആക്കി എഴുതിയപ്പോ എത്ര വന്നു? 8ന് 8 2 × 2 × 2 ആണ്, 2⁻³ വന്നു. ഇനി 8⁴ എന്ന് പറഞ്ഞാൽ ഈ 8ന്റെ സ്ഥാനത്ത് നമുക്ക് എന്നാ എഴുതാം? 2⁻³ അതിന്റെ പവർ 4. ഇവിടെ നമ്മുടെ ഒരു ലോ അപ്ലൈ ചെയ്തു, a⁻m the whole raised to n is equal to a⁻m × n. അപ്ലൈ ചെയ്തപ്പോൾ 2⁻12. അപ്പോൾ കണ്ടല്ലോ, ബേസ് 2 ആയിട്ടുള്ള എക്സ്പോണൻഷ്യൽ ഫോം കിട്ടി. സിമ്പിൾ ആണ്. ഒരു 2 പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്ക്, ഒന്ന് കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾ തെറ്റിയെങ്കിൽ ഒന്നുകൂടെ കാണുക, പഠിച്ചിരിക്കും. ഓക്കെ മക്കളെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.